വളരെ നല്ല റവ വടയാണിത്. 4 മണി പലഹാരമായിട്ട് നമുക്ക് ഉപയോഗിക്കാം. കുട്ടികൾ വളരെ ഇഷ്ടപ്പെടും. നല്ല ക്രിസ്പി, അതുപോലെ തന്നെ നല്ല ടേസ്റ്റ് ആൻഡ് സോഫ്റ്റ് ആണ്. നിങ്ങളിത് ഉണ്ടാക്കി നോക്കുക, തീർച്ചയായും നമുക്ക് ഇഷ്ടപ്പെടും. അതിനുശേഷം അഭിപ്രായം കമൻ്റായി രേഖപ്പെടുത്തുന്നു. എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതിന് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ അമർത്തി കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് അടുത്തുള്ള വീഡിയോകളെല്ലാം നോട്ടിഫിക്കേഷനായിട്ട് നിങ്ങൾക്ക് ലഭിക്കും. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. നമുക്കിന്ന് ഒരു റവ കൊണ്ടൊരു വട ഉണ്ടാക്കാം. അതിന് വേണ്ട സാധനങ്ങൾ: 1 ഗ്ലാസ് റവ, പിന്നെ ഒരു ഉരുളൻകിഴങ്ങ് പുഴുങ്ങിയത്, 2 ചെറിയ സവാളകൾ, 2 പച്ചമുളക്, 1 കഷ്ണം ഇഞ്ചി, ഇത്തിരി വേപ്പില, അതിൻ്റെ കൂടെ കുറച്ച് ഗരം മസാല, കുറച്ച് അരി വറുത്തത്, അരിപ്പൊടി, പിന്നെ ഉപ്പ്, പിന്നെ നമുക്ക് കുറച്ച് മുളക് പൊടി. ഇത്ര സാധനങ്ങളാണ് വേണ്ടത്. ഇനി നമുക്ക് അതെങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. ആദ്യം തന്നെ ഒരു പാൻ അടുപ്പത്ത് വെച്ച് അളന്ന് വെച്ചിരിക്കുന്ന റവ എടുത്ത പാത്രത്തിൽ തന്നെ 3/4 ഗ്ലാസ് വെള്ളം ഒഴിച്ച് ചൂടായി തിളക്കിട്ട് ഈ വെള്ളത്തിലേക്ക് നമുക്ക് ഈ എടുത്ത് വെച്ചിരിക്കുന്ന റവ കുറേശ്ശിട്ട് തീ കുറച്ചിട്ട് അത് നമുക്കൊന്ന് വേവിച്ചെടുക്കണം. ഒരു 5 മിനിറ്റ് മൂടി വയ്ക്കാം. ഇനി നമുക്ക് ഇത് നുറുക്കി ഒരു പാത്രത്തിലേക്ക് വെക്കാം. അപ്പോൾ നമുക്ക് നുറുക്കിയ സവാള, ഇഞ്ചി, പച്ചമുളക്, വേപ്പില, ഇനി അത് എങ്ങനെ കൂട്ടാൻ നോക്കാം. റവ ഒരു പാത്രത്തിലേക്ക് ഇട്ട് അതിലേക്ക് ഉരുളൻകിഴങ്ങ് പുഴുങ്ങി ഉടച്ച് വെച്ചത് കൂടെ ഇട്ടും, ഇനി അതിലേക്ക് വേപ്പില, ഇഞ്ചി, പച്ചമുളക്, സവാള, പിന്നെ ഗരം മസാല അതൊരു സ്പൂണ്, ഒരു സ്പൂണ് കുറച്ച് മുളക് പൊടി. അത് നമ്മുടെ എരിവിനനുസരിച്ച് നമുക്ക് മുളക് ഇടാക്കാം. പിന്നെ ഉപ്പ് പാകത്തിന്. ഇനി ഇത് നന്നായി കൂട്ടി കുഴയ്ക്കും. ഇനി കൂട്ടിപ്പോൾ ഒരുവിധം ശരിയായിട്ടുണ്ട്. നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒന്ന് തുള്ളി കൊടുക്കാം. അതുപോലെ ഒരു സ്വല്പം അരിപ്പൊടി, നല്ല ക്രിസ്പി ആയിട്ട് ഇത് കിട്ടും. നന്നായി കുഴച്ച് കൂട്ടി ശരിയായിട്ട് ഇനി കൂട്ടിട്ട് നമുക്ക് നമ്മുടെ ഡിസൈൻ എങ്ങനെ വേണമെങ്കിലും ഉണ്ടാക്കാം. റൗണ്ട് ആക്കിയിട്ട് നമ്മൾ കട്ട്ലേറ്റൊക്കെ ഉണ്ടാക്കുന്നത് അല്ലെങ്കിൽ പരുത്ത് ഉണ്ടാക്കാം, അല്ലെങ്കിൽ നീളത്തിൽ നമുക്ക് എന്ത് ഡിസൈനാണ് ഇഷ്ടമെന്ന് വെച്ചാൽ ആ ഒരു ഡിസൈനിൽ പിന്നെ നമുക്ക്
പരത്തി ഉണ്ടാക്കുക. ഞാനിപ്പോൾ ഈ നമ്മുടെ കട്ട്ലേറ്റിൻ്റെ റൗണ്ട് ഷേപ്പിലാണ് ഉണ്ടാക്കുന്നത്. സാധാരണ നമുക്ക് ആവശ്യമുള്ള വലുപ്പത്തിനനുസരിച്ച് ഉണ്ടാക്കും. വെളിച്ചെണ്ണ ചൂടായിരിക്കും നമുക്ക് ഈ ആക്കി വെച്ചിരിക്കുന്ന വട ഓരോന്നിട്ട് വറുത്ത് വരാം. ഒരു സെക്കൻഡ് കഴിയുമ്പോൾ ഇതിന് നമുക്ക് മറിച്ച് വേവിക്കണം. രണ്ട് ഭാഗം ബ്രൗൺ കളറാവുന്ന വരെ വെന്ത് കഴിയുമ്പോൾ നമുക്കതെടുത്ത് ഉപയോഗിക്കാം. സോസ് കൂട്ടിയോ എന്തെങ്കിലും കൂട്ടി നമുക്ക് കഴിക്കാൻ നല്ല ടേസ്റ്റുള്ള ഒരു പലഹാരമാണ്. ഈ കളർ വന്നു കഴിഞ്ഞാൽ നമുക്ക് വെളിച്ചെണ്ണയിൽ നിന്ന് വറുത്ത് കോരാം. അങ്ങനെ ബാക്കിയുള്ളതും കൂടി ഇട്ട് നമുക്ക് വറുത്ത് വരാം. വളരെ നല്ല റവ വടയാണിത്. 4 മണി പലഹാരമായിട്ട് നമുക്ക് ഉപയോഗിക്കാം. കുട്ടികൾ വളരെ ഇഷ്ടപ്പെടും. നല്ല ക്രിസ്പി, അതുപോലെ തന്നെ നല്ല ടേസ്റ്റ് ആൻഡ് സോഫ്റ്റാണ്. നിങ്ങളിത് ഉണ്ടാക്കി നോക്കുക, തീർച്ചയായും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. അതിനുശേഷം അഭിപ്രായം കമൻ്റായി രേഖപ്പെടുത്തുമല്ലോ. എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അതിന് തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും അമർത്തി കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് അടുത്തുള്ള വീഡിയോകളെല്ലാം നോട്ടിഫിക്കേഷനായിട്ട് നിങ്ങൾക്ക് ലഭിക്കും. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. Thank you for watching this video.